ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ ആർമിയിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അത് പെർമനന്റ് ജോലിയാണെന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അതും എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 20 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 20 മുതൽ 27 വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജനുവരി 1, 2026 ബേസ് ചെയ്തിട്ടാണെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് 1999 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇനി ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം, BO BTech ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഓർ അല്ലാത്ത ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ മെയിനായിട്ട് ഒരു കാര്യം പറയുന്നത്, ഇപ്പം നിങ്ങൾ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവരുടെ എക്സാം ജനുവരി 2026 ശേഷം ആകരുത്. അതിന് മുന്നേ നിങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ എക്സാം ജനുവരി 2026 മുന്നേ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജനുവരി 1, 2026 മുന്നേ നിങ്ങളുടെ എക്സാം ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിർത്തിക്കുക. അതിനുശേഷം എക്സാം വരുന്ന കാൻഡിഡേറ്റ്സിനൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇവരിവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുന്നത് വേക്കൻസിയാണ്. വേക്കൻസി നമുക്ക് ഏതൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് സിവിൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പോൾ സിവിൽ സ്ട്രീമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സിവിലിൻ്റെ തന്നെ പല സബ്സിഡറി സ്ട്രീംസ് ആണ് ഇവിടെ വരുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, അപ്പോൾ പലത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾ ഏതെങ്കിലും സ്ട്രീം, സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ ഇതിലേതെങ്കിലും ഒരു സ്ട്രീം പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. വേക്കൻസി 8 വേക്കൻസിയാണ് സിവിൽ വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് വിളിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അതിൽ ഇത് നോക്കി ഇതിനകത്ത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന സ്ട്രീം ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ വേക്കൻസി 6 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കലേക്ക് വിളിച്ചിരിക്കുന്ന 2 വേക്കൻസിയാണ് പറയുന്നുണ്ട്. പിന്നീട് വിളിച്ചിരിക്കുന്ന ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സ് വിളിച്ചിരിക്കുന്ന 6 വേക്കൻസിയാണ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പിന്നീട് വിളിച്ചിരിക്കുന്നത് മെക്കാനിക്കലാണ്. മെക്കാനിക്കലേക്ക് 6 വേക്കൻസിയാണ് ഓർത്തിരിക്കുക. പിന്നീട് വിളിച്ചിരിക്കുന്നത് മിസ്സെഞ്ചിനീയറിംഗ് ആണ്. മിസ്സീനിയസ് എഞ്ചിനീയറിംഗ് ആണ്. 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നീട് വിളിച്ചിരിക്കുന്നത് ഇത്രയാണ് വിളിച്ചിരിക്കുന്നത്. ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് ടോട്ടൽ 30 വേക്കൻസിയാണ് ഓർത്തിരിക്കുക. ഇവരിവിടെ പറയുന്നുണ്ട് വേക്കൻസി ചിലപ്പോൾ കൂടാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബേസിസ് ഇപ്പം ഫൈനൽ ഇയർ അല്ലെങ്കിൽ പഠിക്കുന്ന കാൻഡിഡേറ്റാണ്, അത്രയും സിമ്പിൾ മാർക്ക് അവർ കാൽക്കുലേറ്റ് ചെയ്യും. ആ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് വെച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിനെ ആയിരിക്കും അവർ ഇൻ്റർവ്യൂവിന് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് സെൻട്രൽ അലോട്ട്മെൻറ്റ് എവിടെയൊക്കെയാണെന്ന് ഇവരോട് പറയുന്നുണ്ട്. സെൻട്രൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ മെയിൽ അല്ലെങ്കിൽ ഫോണിലെ SMS നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് സ്ഥലത്താണ് ഏത് സ്ഥലത്താണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മെയിൽ ത്രൂ നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതെന്ന് ഇവർ പറയുന്നുണ്ട്. ഇനി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ സെൻട്രൽ അലോട്ട് ചെയ്യുന്നത് എവിടെ വെച്ചാണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്? UP-ലെ പ്രയാഗ്രാജ് വെച്ച്, അതുപോലെ മധ്യപ്രദേശിൽ ഭോപ്പാൽ, കർണാടക ബംഗളൂരു, പഞ്ചാബ് ജലന്ധർ, അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ വെച്ചായിരിക്കും നമ്മുടെ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ഓർത്തിരിക്കുക. ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് സൈക്കോളജിസ്റ്റ്, അതുപോലെ ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസർ, ഇൻ്റർവ്യൂയിങ് ഓഫീസർ ഇത്രയും ഇതിലായിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ അതിനുശേഷം ബാക്കിയുള്ള ടെസ്റ്റിങ്സ് ഒക്കെ വരുന്നത്. പിന്നീട് പറയുന്നുണ്ട് മെഡിക്കൽ എക്സാമിനേഷൻ അവർ കണ്ടക്ട് ചെയ്യുന്നത് പറയുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. പിന്നീട് നിങ്ങൾ പറയാം ട്രെയിനിങ് എന്ന് പറയുന്നത് 12 മാസമാണ് ട്രെയിനിങ്. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് പെർമനന്റ് ജോലി കിട്ടുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി നിങ്ങളുടെ പ്രൊമോഷൻ ക്രൈറ്റീരിയ ഒക്കെ ഇവിടെ കുറിച്ചുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് മാക്സിമം വരുന്ന സാലറി എന്ന് പറയുന്നത് ലെഫ്റ്റനൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 56,000 മുതൽ 1,77,000 വരെയാണ് പെർ മന്ത് കിട്ടുന്നത്. ബാക്കിയുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റൈഫൻറ്റും ബാക്കിയുള്ള അലവൻസും എല്ലാം കിട്ടുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഫാമിലിക്ക് വരെ നിങ്ങൾക്ക് അലവൻസുകൾ കിട്ടുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഓർത്തിരിക്കുക ഇവർ പറയുന്നുണ്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ ഫോം വായിച്ച് നോക്കുക. അതിനുശേഷം മാത്രം ഓൺലൈൻ ഫില്ല് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ ഒന്നുപോലും തെറ്റാതെ വേണം അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആണെങ്കിൽ April 30, 2025. ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് വെച്ചാൽ 29 May 2025 ഓർത്തിരിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരല്ല അപ്ലൈ ചെയ്യുക. ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആർമിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഓർത്തിരിക്കുക. എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരല്ല അപ്ലൈ ചെയ്യുക. നമ്മുടെ ചാനലിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.